ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഫിൽറ്റർ ക്യാപ്പിച്ചിനോ ആയിട്ട് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഫിൽറ്റർ കോഫി വെച്ചിട്ട് ഒരു ക്യാപ്പിച്ചിനോ സ്റ്റൈലിൽ ഒരു കോഫി. അപ്പോൾ അതിന് നമ്മുടെ നാടൻ ഫിൽറ്റർ കോഫി 3 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ വേണം നമുക്കതിന്. ഫിൽറ്റർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഇങ്ങനെ ഫിൽറ്ററിന് സാധാരണയായിട്ടൊരു 3 പാർട്ടാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോഫി പൗഡർ എടുക്കുക ടോപ്പ് 1-ൽ, പിന്നെ അതെടുത്തിട്ട് ബോട്ടം പാർട്ടിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഉള്ളിൽ വയ്ക്കുന്നൊരു ചെറിയൊരു പ്രസ്സറുണ്ട്. അത് വെച്ചിട്ട് ജെൻറ്റിലായിട്ടൊരു 2 ടൈംസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോഫി നന്നായിട്ട് ഫിൽറ്റർ ആവത്തില്ല കേട്ടോ. അപ്പോൾ അതിനകത്തൊരു 50 ml നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലിഡ് വെച്ചിങ്ങനെ അടച്ച് വയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു 20 minutes ഒക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ കോഫി ഫിൽറ്ററായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ പാലൊഴിച്ചിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ പാലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാല് ഞാനൊരു 150 ml എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ml നമ്മുടെ ഫിൽറ്റർ കോഫിയുടെ ഇതും കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടിക്കുക. അപ്പോൾ നല്ല ചൂട് പാലിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നല്ല പതഞ്ഞ് വരും കേട്ടോ. നല്ല ചൂടാണ്, കൈകൊണ്ട് പിടിക്കാൻ. അപ്പോൾ നമ്മളൊരു 30 സെക്കൻഡ് 1 മിനിറ്റൊക്കെ അടിച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല ഫോമിൻ്റെ പാല് നല്ല ഫോമായിട്ട് വരും കേട്ടോ. നല്ല ക്രീമി ആയിട്ട് വരുവേ. നമ്മുടെ ക്യാപ്പിച്ചിനൊക്കെ കുടിക്കുമ്പോൾ നല്ല പത പോലെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പം ഏകദേശം 1 മിനിറ്റോളം ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര ഇട്ടിട്ട് അടിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കപ്പിലോട്ട് പഞ്ചസാര നേരിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ആദ്യം ഫിൽറ്റർ ചെയ്ത് വെച്ചേക്കുന്ന കോഫി എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് പിന്നെ നമ്മൾ ഫോം ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ പതപ്പിച്ച് വെച്ച ആ പാല്, നല്ല പതഞ്ഞ് പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാപ്പിച്ചീനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല ഡിസൈനിൽ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കണം, കണ്ടിട്ടില്ലേ? എൻ്റെ അങ്ങനെ ഒഴിക്കാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല.